ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. സംഭവം നടന്നു വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലി വ്ളോഗേഴ്സ് ആയിട്ടുള്ള VR in Love എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഈ ആദ്യം കാണിച്ച ചേച്ചിയെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ ചാനലിൽ ഇവർ പോയിട്ട് തുരുതുരാ കമന്റുകളാണ്. കമന്റുകൾ എന്ന് പറഞ്ഞാൽ തെറി കമന്റ് അപരാധം പറച്ചിലാണ്, കാട്ടപരാധം പറച്ചിലാണ്. അങ്ങനെ ഈ ചേച്ചിയുടെ വീട്ടിൽ പോയി, ചേച്ചിയുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി ഇവർ പൊക്കി. ആ വീഡിയോ ആണ് മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോ പോവുമായിരിക്കും. അരി തന്നേ ചേച്ചി. ഞാൻ പെട്ടു. ഞാനൊന്ന് വൃത്തിയായിട്ട് കാണട്ടെ. നമ്പീശമാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ? ആരാ മനസ്സിലായില്ലല്ലോ. ഓഹോ, അല്ല, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഇതുപോലത്തെ ഒരു മുഖം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. കൂടുതൽ വിശേഷം നീ പറയണ്ട, എനിക്കറിയാടി നിന്നെ. നിന്റെ ഇവിടത്തെ പണി ഞാൻ ഇന്നത്തോടെ നിർത്തി തരാടാ, ഇന്നത്തോടെ ഞാൻ നിർത്തി തരാടാ. ചേച്ചിക്ക് എന്തോ ചെയ്യണമെന്നും അറിയത്തില്ല കേട്ടോ. 1 കിലോ അരി ചോദിച്ചിട്ട് ചേച്ചി അങ്ങനെ കിടന്നങ്ങ് പതറി നടക്കുകയാണ്. നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഇവരെ കണ്ടപ്പോ. എന്താ അരി വേണ്ടേ? സുരേഖ എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്. ഒറിജിനൽ ആണെന്ന് പറയില്ലടാ. പാച്ചേട്ടാ അവമാനിക്കരുത്. നമുക്കെല്ലാം പറഞ്ഞു ഒതുക്കാം. ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ല. എങ്ങനെ തെറി വിളിക്കാൻ പറ്റും ഇങ്ങനെ? ആണോ? പൂക്കൃത്രം കാണിച്ചേ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കാ? എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. ഇല്ലല്ലേ, കഷ്ടമുണ്ട് സാർ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു നാടകം കളിക്കുന്നോ? പിന്നെ താഴേക്കല്ലേ മേപ്പട്ടിങ്ങനെ അയക്കണ്ടേ? അങ്ങനത്തെ തോന്നിയതാണ് പന്നിയിടയിലിരിക്കണത്. ഇവൻ എന്തൊട്ട് തോന്നിവാസം കാണിച്ചു? യൂട്യൂബിലല്ലേ പെണ്ണുങ്ങളെ എല്ലാം തെറി വിളിക്കുക, ഞാൻ നിക്കുന്ന എന്നെ കുഞ്ഞുങ്ങളെ തെറി വിളിക്കുക. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിനൊന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഒരു മോനുള്ള ഒരു കുറ്റുള്ള ഒരു സ്ത്രീയാണ് ബാക്കിയുള്ള സ്ത്രീകളെ എല്ലാം തെറി വിളിക്കും. അല്ല, പെണ്ണുങ്ങളെ ഇത്ര കറാമ്പറപ്പ് പാടില്ല. അത് ശരിയാ, കണ്ടറിയാം ഇവളൊക്കെ പുറമ്പോക്ക് കോളനിയാണോ ആ ലെവലാദികള്. അതുപോലെ തെറി പറയുന്ന ഒരു സ്ത്രീ കേരളത്തിൽ ഇല്ല. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. അത്ര അനുഭവിച്ച് 3 വർഷമായിട്ട് ഇവരത് മാത്രം അന്വേഷിച്ച് നടക്കുന്നേ. എടാ, കൊറേ കാലമായി തന്നെ ഞാൻ സഹിക്കുന്നു. ഒന്ന് പേടിപ്പിച്ച് വിട്ടാ മതി, ഞാൻ ശരിയായിക്കോളൂ. മിണ്ടരുത്. അല്ലേടാ, നമ്മൾ ഇവരുടെ അഡ്രസ് എടുക്കാൻ വേണ്ടി മാത്രം വന്ന. കേസ് കൊടുത്തു ഓൾറെഡി കേട്ടാ. കേസ് കൊടുത്തു ഓൾറെഡി കേട്ടാ. അനുഭവിച്ചോ? ഇവരെ കണ്ടെത്തി കൊടുക്കണം. കാരണം സൈബർ വഴി ഒത്തിരി പണിയാ ഇവരെ എത്തുക എന്നുള്ളത്. നമ്മൾ നേരിട്ട് ഇറങ്ങി ഒരു 1.5 വർഷമായിട്ട് ഇവരെ അന്വേഷിച്ചിട്ടാണ് ഇവരെ കിട്ടിയത്. നമുക്കിപ്പോ ഞാൻ പെട്ടു ഇല്ലേ? ഇങ്ങോട്ടൊന്നും പണയണ്ട. ചേച്ചിയുടെ അവസ്ഥ എന്തോ ആയിക്കോട്ടെ, അതൊന്നും അല്ല. ഒരാളെ അറിയാതെ ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല. നാട്ടുകാരെ മുഴുവൻ മണ്ടന്മാരാക്കി വലസുന്ന നിന്നെ ഒരു മണ്ടിയാക്കണം എന്നുള്ളത് എനിക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു. അത് ഞാൻ സാധിച്ചെടുത്തു. നീ മേല ഇമാതിരി പോക്കൃതം കാണിക്കണം.